വയനാട്ടിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ഇടുക്കിയുടേതുപോലെ തന്നെയുള്ള ഭൂപ്രകൃതിയാണ് വയനാട്ടിലേത്. വയനാട്ടിലും ഇത്തരത്തിൽ മഴക്കെടുതി, അതായത് അതിശക്തമായ മഴ പെയ്താൽ എപ്പോഴും അവിടെ മണ്ണിടിച്ചിൽ പോലെയുള്ള അപകടങ്ങളെ ആണ് ഭയക്കേണ്ടതായി വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത മഴ അത് താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജയരാജ് ഉണ്ട് ഇടുക്കി വയനാട്ടിൽ നിന്ന്. ജയരാജ്, നേരത്തെ കഴിഞ്ഞ രാത്രികളിൽ ഒക്കെ വലിയ തോതിൽ മഴ പെയ്തിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ രാവിലെ ആ സാഹചര്യത്തിന് മാറ്റമുണ്ടോ? ഈ വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകുന്നൊരു പശ്ചാത്തലം ഉണ്ടോ അവിടെ? അതിലൊക്കെ ഇന്ന് രാവിലെ ഇപ്പോ പ്രസന്നമായ ഒരു കാലാവസ്ഥയാണ് നമ്മുടെ വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. കാരണം എവിടെയും അങ്ങനെ മഴ പെയ്യുന്നില്ല. ചില സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ കാറ്റൽ മഴ എന്നല്ലാതെ ഒരു വലിയ മഴ എന്ന് ഇന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇന്നലെ പലയിടങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നു. പ്രത്യേകിച്ച് മാനന്തവാടി ഭാഗങ്ങളിലാണ്. അവിടെയുള്ള തവിഞ്ഞാൽ, അതുപോലെ തന്നെ തൊണ്ടർനാട്, കുഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ശക്തമായ മഴ പെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ പേരിയ ഒരു ചുരമാണ്. പേരിയ ചുരത്തിനോട് താഴെയായി പേരിയ 34 എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ വെള്ളം കയറുകയുണ്ടായി. അത് രാത്രി സമയങ്ങളിലാണ് വെള്ളം കയറി വന്നത്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് ഈ വെള്ളം കണ്ട സമയത്ത് തന്നെ അവിടെയുള്ള ഏതാണ്ട് 11ഓളം കുടുംബങ്ങൾ, ഒരു ഇന്ത്യയിലെ ഗോത്ര കുടുംബങ്ങളാണ് അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷെ ഇന്ന് അവിടെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയൊക്കെ നടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾക്കൊന്നും അല്ലെങ്കിൽ നിയന്ത്രണങ്ങളൊന്നും നിർത്തിവെച്ചിട്ടില്ല. നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട് എന്ന് തന്നെ പറയാം. കാരണം നമുക്കറിയാം നാളെ വരെ ശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വയനാട് ജില്ലയിൽ നിന്ന് ഓറഞ്ച് അലർട്ടാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിലും ട്യൂഷൻ ക്ലാസ്സുകളും 10ലുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ വെച്ചിരുന്നു. പക്ഷെ അതെല്ലാം ഇന്ന് നിർത്തലാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മഴ പെയ്യുന്നില്ല. പക്ഷേ ഈ വയനാടിന്റെ കാലാവസ്ഥ വെച്ച് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. വൈകുന്നേരമാവുന്നത് അതാണല്ലോ ഈ ജയരാജ്, വയനാടിന്റെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ നമുക്കറിയാം മലയാളികളുടെ ഒരു ശീലങ്ങളിൽ വലിയ മാറ്റമുണ്ടായി. കൂടുതൽ യാത്രകൾ ഇഷ്ടപ്പെടുകയും യാത്ര പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് വയനാട്. അപ്പോൾ ആ വയനാട്ടിലേക്ക് പുറത്തു നിന്നൊക്കെയുള്ള ആളുകൾ ഇനിയും എത്തുവാനുള്ള സാധ്യതയുണ്ട്. ഈ മഴ തോർന്നു എന്നറിയുമ്പോഴൊക്കെ അവിടേക്ക് ആളുകൾ എത്തുമെന്നുള്ളതാണ്. പക്ഷേ അവിടെ കുടുങ്ങിപ്പോകാനുള്ള സാധ്യത, ഗതാഗതം തടസ്സപ്പെടാനുള്ള സാധ്യത, അതൊക്കെ പൂർണ്ണമായും നീങ്ങി എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും വയനാട്ടിലെ അല്ലെങ്കിൽ ഒരു സീസണിലല്ല, ഓരോ ഒഴിവു ദിവസങ്ങളിലും വയനാട്ടിലേക്ക് നിരവധി ആളുകളാണ് ഈ ഒരു ചുരം വഴി വയനാട്ടിലേക്ക് കയറുന്നത്. പ്രത്യേകിച്ച് താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് അവിടെ തന്നെ വലിയ കാഴ്ചകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒഴിവു ദിവസങ്ങൾ ആസ്വദിക്കാൻ നിരവധി ആളുകൾ മറ്റു ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് എത്താറുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കാരണം അല്ലെങ്കിൽ വയനാട് ഒരു ശാന്തമായ ശേഷം മാത്രമേ കൂടുതൽ സഞ്ചാരികളൊക്കെ പ്രവേശിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകളെ ഒക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയതും വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതും ഒക്കെ ഇത് കടത്തിവിടില്ല എന്നല്ല പറയുന്നത്, പക്ഷേ നിയന്ത്രണമാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ വരവ് ഓണം എടുക്കുന്നതോടുകൂടെ പ്രത്യേകിച്ച് ഗുണ്ടൽപേട്ട ഭാഗങ്ങളിൽ, നമുക്കറിയാം ഗുണ്ടൽപേട്ടയിൽ കാലമാണ് ഈ പൂ കാണുന്നതിന് വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഗുണ്ടൽപേട്ടയിൽ ആളുകൾ എത്താറുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഒരു തടസ്സമായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുരമാണ് പാൽച്ചുരം എന്ന് പറയുന്നത്. കണ്ണൂർ ഭാഗത്തു നിന്ന് വയനാട്ടിലേക്ക് കയറുന്ന ഈ പാൽച്ചുരം വലിയ നിയന്ത്രണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയത്. കാരണം അവിടെ ഇടിഞ്ഞ ഒരവസ്ഥ കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോ വരുന്ന സഞ്ചാരികൾക്കും ഇപ്പോ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ പറ്റുമോ എന്നുള്ള അവസ്ഥ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകും. കാരണം ചുരം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ വരവും അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിരവധിയായ സഞ്ചാരികൾ കൂടി എത്തുന്ന പ്രദേശം ആണ് വയനാട്. അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്കുള്ള യാത്രകൾക്ക് തൽക്കാലം ഒരു ഇടവേള നൽകുക എന്നത് തന്നെയാണ് പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.